കേരള ചാപ്റ്റർ തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേരള ചാപ്റ്റർ മന്ത്ലി ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി സീരീസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ബൈബിൾ സ്റ്റഡി സീരീസിലേക്ക് കൂടി വന്നിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് സിസ്റ്റർ ജസീന ജോസഫ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജേക്കബ് സാമുവൽ, ഡോക്ടർ ജേക്കബ് സാമുവൽ, സണ്ണിച്ചാൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നു. സണ്ണിച്ചാൻ പ്രയർ, ഓപ്പണിംഗ് പ്രയർ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നതിനായി സ്തോത്രം. ആ വചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്നതായിട്ടുള്ള വചനഭാഗം അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരുന്ന സിസ്റ്റർ ജസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുത്തെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹ കാരണമായി തീരുവാൻ ഇടയാക്കണമേ. അതുപോലെ ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്പർശനം അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സണ്ണിച്ചാൻ. ഈ ട്രേസി കേരള ചാപ്റ്റർ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് റെഗുലർ ആയിട്ട് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം നടന്നിട്ടില്ല. കോവിഡിന്റെ ഈ പാൻഡമിക്കിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് അത്. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് വരാനായിട്ട് സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ചും കോവിഡും പോസ്റ്റ് കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിൽ നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്ന, അതൊരു റിഫ്ലക്ഷൻസ് നടത്തുന്ന, വളരെ ഒരു ആഴമേറിയ ഇമ്പാക്റ്റ് വരുവാൻ, പ്രത്യേകിച്ചും ട്രേസിയുടെ അത് ഒരു ലക്ഷ്യം തന്നെ അങ്ങനെയാണ്. കണ്ടംപററി സൊസൈറ്റിയിൽ നമ്മുടെ ഫെയ്ത്ത് റെലവെന്റ് ആയി നമുക്ക് കാണണം. അതിനുവേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ സീരീസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ റിസോഴ്സ് പേഴ്സൺ സിസ്റ്റർ ജസീന ജോസഫ് ആണ്. സിസ്റ്റർ ജസീന ജോസഫിനെ കുറിച്ച് കുറച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയട്ടെ. സിസ്റ്റർ ബെഥേൽ ആശ്രമത്തിൽ നിന്ന് വരുന്നു. സിസ്റ്റർ CSI മധ്യകേരള ഡയസിസ് ബെഥേൽ ആശ്രമത്തിലെ സിസ്റ്റർ ആണ്. സിസ്റ്റർ മീനഡമാണ് സ്വദേശം. 2001 മുതൽ അവിടെ ബെഥേൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 2009 അവിടെ സിസ്റ്റർഹുഡിലേക്ക് പ്രവേശിക്കുന്നു. സിസ്റ്റർ MA BEdന് ശേഷം BD കണ്ണുമൂല സെമിനാരിയിൽ നിന്ന് എടുക്കുകയും പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ UTC ന്യൂ ടെസ്റ്റ്മെന്റിൽ തന്നെ MTH ന്യൂ ടെസ്റ്റ്മെന്റ് UTCയിൽ നിന്ന് എടുത്ത് തിരികെ ബെഥേൽ ആശ്രമത്തിലെ ഇപ്പോൾ പ്രിൻസിപ്പൽ ആയിട്ട് അവിടുത്തെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്ററിന്റെ മിനിസ്ട്രി എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ വളരെ അധികമായിട്ടുണ്ട്. പല മിഷൻ ഫീൽഡും, പർക്കാൽ ആന്ധ്രയിലെ പർക്കാൽ മിഷൻ ഫീൽഡിലും, പിന്നെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഫീൽഡ് അങ്ങ് പാസ്റ്ററൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിസ്റ്ററാണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ സ്കൂൾസിലുണ്ട്. ഇവിടെ സെമിനാരിയിൽ ഇപ്പോൾ കണ്ണുമുല സെമിനാരി ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിച്ചു വരുന്നു. അതുപോലെ തിരുവല്ലയിൽ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടും, കോട്ടയത്ത് ഒരു തിയോളജിക്കൽ സ്കൂൾ അവിടെയും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ സിസ്റ്റർ ഇന്ന് നമുക്ക് ഈ ഒരു ബൈബിൾ സ്റ്റഡി ലീഡ് ചെയ്യാനായിട്ട് സിസ്റ്ററിന്റെ ഈ ഒരു എക്സ്പീരിയൻസ്, മിനിസ്ട്രി എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് ഇൻപുട്സ് തരും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ടൈറ്റിൽ സ്പർശനത്തിന്റെ പുതുക്കം എന്നുള്ള ടൈറ്റിൽ, മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 25 to 34 എന്നുള്ള അവിടുന്ന് ടൈറ്റിൽ ചെയ്ത ആ പാസേജിൽ നിന്ന് നമ്മെ ലീഡ് ചെയ്യാനായിട്ട് സിസ്റ്റർ ഇനിയും നമ്മളെ ലീഡ് ചെയ്യുന്നതായിരിക്കും. എ ടാക്ടൈൽ റിന്യൂവൽ സിംബലൈസിങ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. സോ നമുക്ക് ഇനിയും കൂടുതലായിട്ട് കേൾക്കാം. സിസ്റ്റർ ജസീനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് വെൽക്കം ചെയ്യുന്നു. 30 minutes ആയിരിക്കും സിസ്റ്ററിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഡിസ്കഷനും എനി ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാം. അതിനുശേഷം കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് സിസ്റ്റർ പറയുകയും നമ്മുടെ സെഷൻ എൻഡ് ചെയ്യുന്നതായിരിക്കും. സിസ്റ്റർ, ഞാൻ മനസ്സിലാക്കിയത് വളരെ ഈ ഒരു ബിസി ആയിരുന്നു. എന്ന് വെച്ചാൽ കോൺവെന്റിൽ ആശ്രമത്തിലെ തിരക്ക്, പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ കോവിഡിന്റെ ആയ പ്രശ്നങ്ങൾ, അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കൂടെ ആയിട്ടും ഇത് ചെയ്യുവാനായിട്ട് ദൈവം ഇത്രത്തോളം ഒരുക്കിയതിനായിട്ട് നന്ദി പറയാം. പ്രാർത്ഥനയോടെ
ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് ചേരാം. ഓവർ ടു സിസ്റ്റർ ജെസിന. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു സാഹചര്യം ലഭ്യമായതിന് ഇത് ഇങ്ങനെ ഒരു സംഘടനയിൽ എന്നെയും കൂടെ അംഗമാക്കിയതിലും ഉള്ള അതിയായ സന്തോഷവും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ഇതിൻ്റെ പിന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള കടപ്പാട് അറിയിക്കുന്നു. ഞാൻ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെയിൻ ഉണ്ടായിരുന്നു. അതിനേക്കാൾ അധികം പെയിൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഐസക് സാറ്, സജ്ജു കൊച്ചമ്മയും. രണ്ടുപേരും അസ്വസ്ഥമായിരുന്നു. എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും എന്നുള്ളത്. എന്തായാലും ഇന്നേ ദിവസം നമ്മൾ ഇന്ന് ഇപ്രകാരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ നമുക്ക് സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആർദ്രവാനായ ദൈവമേ, അങ്ങയുടെ സ്പർശനം അനുഭവിച്ചുകൊണ്ട് അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കൃപയാൽ അവിടുന്ന് ഞങ്ങളോട് കൂടിയിരിക്കണം. അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാനും അങ്ങ് ഞങ്ങളോട് സംസാരിപ്പാനും ഇടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്പർശനത്തിൻ്റെ പുതുക്കം വ്യക്തിഗത പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നുള്ള എ ടാക്ടൈൽ റിന്യൂവൽ സിംബലൈസിങ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്പസമയം ചിന്തിക്കാനാണല്ലോ നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. ടാക്ടൈൽ എന്ന പദത്തെ നമുക്കറിയാം. സ്പർശനം എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഒരു വിഷ്വൽ എൻവയോൺമെന്റ് ഈ പദത്തിന് പിന്നിലുണ്ട്, ഈ ടാക്ടൈൽ എന്ന് പറയുന്ന പദത്തിന്. മാത്രമല്ല, ഇതിനൊരു മനഃശാസ്ത്രപരമായ ഒരു തന്ത്രം ഈ ഒരു പദത്തിന് പിന്നിലുണ്ട്. വാക്കാലുള്ള ഒരു പ്രവർത്തനമെന്നും നാമജപത്തിൻ്റെ പൂർത്തീകരണമെന്നും ഒക്കെ ഈ പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. ദൈവോന്മുഖമായ ദൈവാന്വേഷണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ടാക്ടൈൽ അല്ലെങ്കിൽ സ്പർശനത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്പർശനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പുതുക്കം, അത് ആ വ്യക്തിയുടെ പരിവർത്തനത്തിൻ്റെ സമൂലമുള്ള പരിവർത്തനത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് അതിൽ കാണുന്നത്. നാം ആരെയെങ്കിലും ഒന്ന് സ്പർശിക്കുമ്പോൾ ആ സ്പർശനത്തിലൂടെ നമ്മുടെ സ്നേഹത്തെയും നമ്മുടെ സാന്നിധ്യത്തെയുമാണ് നാം പ്രതീകവൽക്കരിക്കുന്നത്. വളരെ ഊഷ്മളവും സ്നേഹനിർഭരവുമായ സ്പർശനം വ്യക്തിബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു വൈബ്രേഷനാണ് സ്നേഹസാന്ദ്രമായ ജീവസുറ്റാർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ മനുഷ്യനെ പ്രാപ്തിപ്പെടുത്തുന്നത്. പുതിയ നിയമ വ്യാഖ്യാനത്തിൻ്റെ ചരിത്രത്തിൽ ഈ വേദഭാഗത്തെ നാം നോക്കുമ്പോൾ പ്രവാഹത്തിലൂടെ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന കഥ ദൈവിക ശക്തിയെ വർദ്ധിപ്പിക്കുകയും വിശ്വസ്തയുടെ പ്രാധാന്യത്തെ അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്ന നിരവധി അത്ഭുത കഥകളിൽ ഒന്നായി മാത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലെ പരമ്പരാഗത ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെങ്കിലും സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് അകന്നുപോയി. പുരുഷാധിപത്യ സമൂഹത്തിലെയും സഭയിലെയും സ്ത്രീകളെ കീഴ്പ്പെടുത്തി ശരീര ആത്മ ദ്വൈതവാദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും സ്ത്രീകളുടെ അപജയത്തിലേക്ക് അത് വഴി നയിക്കുകയും ചെയ്തു. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യനിർമ്മിത സംസ്കാരങ്ങളെയെല്ലാം തകർത്ത് അതിനെക്കുറിച്ച് ഒരു പുതിയ അർത്ഥവും അവബോധവും ജനതയ്ക്ക് നൽകുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ തുല്യതയും പങ്കാളിത്തവും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ യേശു ഊന്നിപ്പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ സമയത്ത് ദൈവം പറയുന്നുണ്ട് എല്ലാം സൃഷ്ടിയും നല്ലതാണ് എന്ന്. അപ്പോൾ എന്തിനാണ് സ്ത്രീകളോട് ഒരു വിവേചനം? സ്ത്രീ അശുദ്ധിയാണെന്ന് പറയുവാൻ ആർക്കാണ് സാധ്യമാവുക?
പരമ്പരാഗതമായ ദൈവശാസ്ത്രത്തെ ഒന്ന് വിമർശനാത്മകമായി നാം വിശകലനം ചെയ്യുമ്പോൾ, സാംസ്കാരിക സ്ത്രീപക്ഷ വീക്ഷണകോണിൽ നിന്നും കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, സ്ത്രീകളുടെ വിശുദ്ധി വീണ്ടും സ്ഥിരീകരിക്കപ്പെടുന്നതിനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ വേദഭാഗത്തെ നാം നോക്കിക്കാണേണ്ടത്. ഇവിടെ സ്ത്രീയുടെ സ്പർശനം യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും അബോധാവസ്ഥയിലുള്ള ഒരു ശക്തി പ്രവാഹത്തെയാണ് പ്രേരിപ്പിക്കുന്നതെന്ന് മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള ഭാഗം വെളിപ്പെടുത്തുന്നത്. അതിൽ നിന്നും ആഗീരണം ചെയ്യപ്പെടുന്ന അതാണ്, അതിൽ നിന്ന് ഉയർന്നു വരുന്നത് സ്ത്രീ യേശുവിൻ്റെ ക്രിയാത്മകവും യേശു നൽകുന്ന രോഗശാന്തിയിലൂടെ നൽകുന്ന ദൈവത്തിന്റെ ശക്തിയെ, ക്രിസ്തുവിന്റെ ശക്തിയെ ചോർത്തെടുക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവത്തെ നമ്മൾ അവിടെ കാണുകയാണ്. ഈ ശക്തി ചോർച്ച അവന്റെ, ക്രിസ്തുവിന്റെ മറഞ്ഞിരിക്കുന്ന സ്വത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്പർശം എന്ന ക്രിയയിലൂടെ അനുഭവിച്ചറിയുന്ന അനുഭൂതിയെ ആത്മീയതയിൽ ആവാഹിച്ച് ജീവിതത്തെ വിശുദ്ധവും വിനയമുള്ളതുമാക്കി തീർത്ത പേരറിയപ്പെടാത്ത പക്വമതിയായ ഒരു യുവതിയാണ് ഇവിടെ പരാമർശിക്കുന്ന രക്തസ്രാവക്കാരി സ്ത്രീ. ഹെമറേജസ് വുമൺ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. സമവീക്ഷണ സുവിശേഷങ്ങൾ 3 വളരെ രഹസ്യമായെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ ധൈര്യം കാണിച്ച ഗുണമേന്മയുള്ള ഒരു കാര്യമാണ് ഈ സ്ത്രീ വിഷയം. സ്പർശം അല്ലെങ്കിൽ സ്പർശനം എന്ന ക്രിയയിലൂടെ അനുഭവിച്ചറിയുന്ന അനുഭൂതിയെ ആത്മീയതയിൽ ആവാഹിച്ച് ജീവിതത്തെ വിശുദ്ധവും വിനയമുള്ളതുമാക്കി അവൾ തീർക്കുകയാണ്. പേരറിയപ്പെടാത്ത പക്വമതിയായ ഒരു യുവതിയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. ഈ സമവീക്ഷണ സുവിശേഷകർ കാണിച്ച ഈ ധൈര്യമാണ്, ഗുണമേന്മയുള്ള ഈ സ്ത്രീ വിഷയമാണ് ഇന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും സ്ത്രീകൾ മാറി നിൽക്കുന്നതും മാറ്റി നിർത്തുന്നതിനും കാരണമായി തീരുന്ന ശരീരസംബന്ധിയായ അശുദ്ധി. ശരീരസംബന്ധമായ അശുദ്ധി അവളുടെ ജീവന്റെ നിലനിൽപ്പിനും സമൂഹം വിവക്ഷിക്കുന്ന അശുദ്ധിയിലൂടെ തന്നെ പുനർജനിക്കുന്ന ഒരു തലമുറയുടെ വക്താവായി, ജീവന്റെ ദാതാവായി തീരുന്ന സ്ത്രീയെ അവൾ അശുദ്ധി എന്ന് മാറ്റി നിർത്തുമ്പോഴും അതിലുള്ള ഒരു ദൈവീകതയിലേക്കുള്ള ഒരു അന്വേഷണം. ഇവിടെ ടച്ച് എന്ന പദത്തിന് ഗ്രീക്കിൽ പറയുന്നത് ഹോപ്സോമായി എന്നാണ്. ഈ ക്രിയയുടെ ആന്തരിക അർത്ഥത്തെ യേശു വ്യക്തമായും തിരിച്ചറിയുന്നുണ്ട്, സ്ത്രീയും അത് അനുഭവിച്ചറിയുന്നുണ്ട്. വെറും ഒരു സ്പർശനത്തിലൂടെ തനിക്ക് അനുഭവവേദ്യമാകുവാൻ പോകുന്ന അനന്ത സാധ്യതയെ ഒരു പക്ഷെ അവൾ നേരത്തെ വിവേചിച്ചറിഞ്ഞിരുന്നുവോ? അതുകൊണ്ടാകുമോ എനിക്ക് സൗഖ്യമാകണമെന്ന അവളുടെ ആഗ്രഹം ഇവിടെ ഒരു സ്പർശനത്തിലൂടെ പൂവണിഞ്ഞത്? മനസ്സ് അവളോട് കൽപ്പിച്ചു, അവന്റെ തൊങ്ങലിൽ, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യമാകും. എങ്കിലും സ്പർശിച്ചാൽ, തൊങ്ങലിലെങ്കിലും. മനസ്സ് അവളോട് കൽപ്പിച്ചത് മാത്രമാണ് അവൾ ചെയ്തത്. ഇവിടെ അവളുടെ ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ അവളുടെ സംശയ നിവാരണമാണ് നടന്നിരിക്കുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ പൂർണ്ണമായ അറിവിലേക്കും നിറവിലേക്കുമുള്ള ഒരു പ്രവേശനം വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന തീർത്തും വ്യക്തിപരവും ദൃഢബദ്ധവുമായ ഒരു യോജനമായിട്ടാണ് ഇതിനെ നാം കാണുന്നത്. ഫലം അനുഭവിക്കുവാൻ പോകുന്ന വ്യക്തിയുടെയും ഫലം പ്രദാനം ചെയ്യുന്ന വ്യക്തിയുടെയും കരുതലും വാത്സല്യവും ആർദ്രതയും ഈ ക്രിയയുടെ പ്രവർത്തനത്തെ, ഈ ടാക്റ്റൈൽ അല്ലെങ്കിൽ ടച്ച് എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തെ കൂടുതൽ ചാരുതയുള്ളതാക്കുകയാണ്. ഈ ചാരുതയുടെ ഈ മനോഹാരിതയുടെ കേന്ദ്രസ്ഥാനം യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അല്ലെങ്കിൽ വിളുമ്പാണ്. പുരാതന കാലത്തെ പുരുഷന്മാരുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കുക ഒരു യഹൂദ നിഷ്ഠയായിരുന്നു. യേശുവും ഈ ആചാരങ്ങൾ അനുവർത്തിച്ചിരുന്നു. മതപരമായ, കുടുംബപരമായ ആചാരാനുഷ്ഠാനങ്ങളോട് അനുരൂപപ്പെടുവാൻ ക്രിസ്തു പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയാണ് ഈ വസ്ത്രധാരണത്തിലൂടെ നാം കാണുന്നത്. യേശു ഈ ആചാരങ്ങൾ അനുവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണാം. എബ്രായ ബൈബിളിൽ കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേലിയരോട് അവരുടെ വസ്ത്രത്തിന്റെ കോണുകളിൽ റസലുകൾ, ഈ തൊങ്ങലുകൾ എന്നാണ് പറയുന്നത്, അതുണ്ടാക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ്. പുസ്തകത്തിൽ ഇതിനെ നമുക്ക് കാണാം. ഇതിനെ വിശുദ്ധിയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. എബ്രായ ചിന്തയിൽ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആ വസ്ത്രത്തിന്റെ വിശുദ്ധ ഇടമാണ്.
യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിശുദ്ധിയെയാണ് സ്ത്രീ അശുദ്ധമാക്കിയത്. അതുകൊണ്ടാവാം യേശു എന്നെ തൊട്ടതാരോ എന്ന് ചോദിച്ചതും താൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിൽ അവൾ സംഭ്രമ ചിത്തയായത്. യഥാർത്ഥത്തിൽ അവൾ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടതുകൊണ്ടല്ല സൗഖ്യം പ്രാപിച്ചത്, മറിച്ച് ആ സ്പർശനം അവളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടയാളമായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ സ്പർശിച്ചപ്പോൾ യേശു അവളുടെ വിശ്വാസത്തെയാണ് കണ്ടത്. സ്പർശം അവളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് അടയാളമായിരുന്നു എന്ന് പറയുമ്പോൾ രക്ഷയും വിശ്വാസം തമ്മിലുള്ള ഒരു ബന്ധം ഈ സ്പർശനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് സ്പർശനത്തിന്റെ പുതുക്കത്തെ നാം കാണുന്നത്. ഒരു സ്പർശനത്തിലൂടെ രക്ഷാകര അനുഭവത്തിലേക്കാണ് അവൾ പ്രവേശിക്കുന്നത്. നിസ്സാരമെന്ന് തോന്നുന്ന, വൈകാരികപരമെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയെ സാർവത്രികമായ, സർവതോന്മുഖമായ ഒരു വിശാല തലത്തിലേക്ക് ക്രിസ്തു കൊണ്ടെത്തിക്കുകയാണ്. അശുദ്ധയായ സ്ത്രീ എന്ന നിലവിലിരുന്ന സാമൂഹ്യ നിയമത്തെ മറികടന്നാണ് വസ്ത്രത്തിന്റെ വിശുദ്ധ ഭാഗത്തെ അശുദ്ധമാക്കിയത്. മനുഷ്യാതീത ശക്തിയോ അതിഭൗതികതയോ പ്രകടനമല്ല. അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവ മനുഷ്യ ബന്ധത്തിൽ മനുഷ്യൻ സ്വയം കീഴടങ്ങി ദൈവിക സാധ്യമാകുന്നത് വിശ്വാസത്തിലൂടെയാണ്. ആ ദൈവിക രക്ഷയാണ് സ്പർശനമെന്ന ഒരു പ്രവൃത്തിയിലൂടെ വിശ്വാസത്താൽ അവൾ നേടിയെടുത്തത്. ഈ വിശ്വാസത്തിൻ്റെ സ്വീകരണ ഘടകം മാത്രമാണ് ഇവിടെ സംഭവിച്ച അത്ഭുതം. യേശുവിനൂടെ നടന്ന അത്ഭുതത്തിൻ്റെ അല്ലെങ്കിൽ ജീവദായക ശക്തിയുടെ നിയന്ത്രണം ഈ വിശ്വാസ സ്വീകരണത്തിന് കാരണമാവുകയാണ്. യേശുവിലൂടെ നടന്ന അത്ഭുതത്തിൻ്റെ അല്ലെങ്കിൽ ആ ജീവദായക ശക്തിയുടെ നിയന്ത്രണം യേശുവിൽ തന്നെയാണ്. ഞാൻ രക്ഷ പ്രാപിക്കും എന്നുള്ള അവളുടെ ആ ഒരു വിശ്വാസം, അവനെ സ്പർശിച്ചാൽ, അവനോട് അനുരൂപപ്പെട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്നുള്ളവരുടെ വിശ്വാസം, ആ വിശ്വാസ പ്രഖ്യാപനം, ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് സോദോസോമായി ഞാൻ സുഖം പ്രാപിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സോദോസോമായി എന്ന് പറയുന്ന പദത്തിനതാണ് ഞാൻ രക്ഷ പ്രാപിക്കും. അത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രകടനപരതയാണ്. ടച്ച് അല്ലെങ്കിൽ ടാക്റ്റൈൽ, ഭാവി കാലത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ഒരു ശുഭകാര്യത്തിന് വേണ്ടിയുള്ള ഇന്നിൻ്റെ പ്രയത്നമായി മാത്രമായിട്ടാണ് അവൾ അതിനെ കാണുന്നത്. അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ എനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ശുഭതയുടെ പ്രവർത്തനം, അനുഷ്ഠാനപരമായി താൻ ചെയ്യരുതാത്തതാണ് ചെയ്തതെന്ന കുറ്റബോധം അവളിലുണ്ട്. എന്നാൽ ഒരു സാമാന്യ മനുഷ്യ ചിന്തയിൽ നിന്നുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ പലർ അദ്ദേഹത്തെ സ്പർശിക്കുവാൻ സാധ്യതയുള്ളിടത്ത് താൻ പിടിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവമായ ഒരു തെറ്റിന് അല്ലെങ്കിൽ ഒരു പാപപ്രവൃത്തിക്കാണ് അവൾ മുതിർന്നത്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുകയില്ല എന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് അവിചാരിതമായി പിടിക്കപ്പെട്ടപ്പോൾ അശുദ്ധയായ താൻ സ്പർശിച്ചതിനാലാണ് യേശു രോഷം പൂണ്ടത് എന്ന തിരിച്ചറിവിൽ അവൾ ഭയന്നു വിറച്ച് ഭയവിഹ്വലയായി തീരുകയാണ്. അവിടെ നാം കാണുന്നുണ്ട്, ഭയപ്പെട്ടു, വിറച്ചു, മുട്ടുകുത്തി. എന്തുകൊണ്ടാണ് ഈ വികാരങ്ങൾക്ക് അവൾ വശംവദയായത്? അനുഷ്ഠാനപരമായി ചെയ്യരുതാത്തത് അവൾ ചെയ്തുപോയി. അതിൽ യേശു രോഷം പൂണ്ടിരിക്കുന്നു എന്ന ചിന്തയുടെ ചൂടിലാണ് അവൾ ഭയജന്യായത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഇനി സംഭവിക്കാനിരിക്കുന്ന ശിക്ഷാവിധിയുടെ കാഠിന്യവും അവളെ ഭയപ്പെടുത്തി. അതുപോലെ തന്നെ ക്ഷണനേരം കൊണ്ട് സംഭവിച്ച ആന്തരിക ശാരീരിക വ്യതിയാനങ്ങളിൽ നിന്നുളവായ അനുഭൂതിയുടെ, ഭക്തി സാന്ദ്രതയുടെ മൂർധന്യതയും ഭയമായി വെളിപ്പെട്ടത് ഒരു വിറയലിലൂടെയാണ്. എൻ്റെ ശരീരത്തിൽ നാളുകളായി സംഭവിച്ചുകൊണ്ടിരുന്ന, എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ലാതിരുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന എൻ്റെ ശാരീരിക സ്ഥിതിയിൽ പരിപൂർണമായ ഒരു വിടുതൽ ലഭ്യമായിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൻ്റെ മധ്യത്തിൽ അവൾ
ഒരു സ്പർശനത്തിലൂടെ പുതുക്കത്തിൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഈ പുതുക്കത്തിൽ, ഈ സ്പർശനത്തിലൂടെ സംഭവിച്ച പുതുക്കത്തിൽ അവൾക്ക് ഭവിച്ച ഈ വികാരങ്ങളുടെ പ്രകടനം. ഈ സ്പർശനത്തിൻ്റെ പുതുക്കം അവളുടെ വ്യക്തിഗതമായ ഒരു പരിവർത്തനത്തിലേക്കാണ് അവളെ നയിച്ചത്. ഇവിടെ നാം കാണുന്നത് വസ്ത്രത്തിൽ തൊട്ടപ്പോഴാണ് സൗഖ്യം പ്രാപിച്ചതെങ്കിലും പിന്നീട് നാം കാണുന്നത് യേശുവുമായി സംസാരിച്ചപ്പോഴാണ് രക്ഷ പ്രാപിച്ചത്. യേശുവിൻ്റെ വീക്ഷണത്തിൽ വിശ്വാസം വികസിച്ചിട്ട് ബോധപൂർവം വ്യക്തിപരമായ ഒരു ബന്ധം അവളുമായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം, അവളുടെ വിശ്വാസം യഥാർത്ഥമാണ്. അതിനെ ശരിയായ ആളത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവളെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി അവളുടെ വിശ്വാസത്തെ അംഗീകരിക്കുക. അവൾ അറിയാതെ ചെയ്ത പ്രവൃത്തിയെങ്കിലും അപക്വമെന്നും വിശ്വാസ ദൃഢതയില്ലാത്തതെന്നും തോന്നുന്ന മറ്റു മനുഷ്യരുടെ ചിന്തകളെ ഒന്ന് പരുവപ്പെടുത്തുവാൻ, അവരെ തന്നെ ഒന്ന് പുതുക്കുവാൻ, ഒരു സ്പർശനത്തിലൂടെ ഒരു വ്യക്തിയെ മാത്രമല്ല മറ്റുള്ളവരുടെ ചിന്തകളെ കൂടെ പുതുക്കുവാനും ഒരു സാമൂഹികമായ പുതുക്കത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമാണ് യേശു അത് ചെയ്തത്. ഇവിടെ അവരുടെ അപക്വമായ വിശ്വാസ ദൃഢതയും നിശ്ചയദാർഢ്യമുള്ളതുമായ രീതി ആ സ്പർശനത്തിലൂടെ അവൾ കൊണ്ടുവന്നപ്പോൾ അവളെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള യേശുവിൻ്റെ ആഗ്രഹവും ആ പ്രവർത്തനങ്ങളും വളരെ ഹൃദ്യമാണ്. അവൾ വിശ്വാസത്തിൻ്റെ പാറയിൽ ഒന്നുകൊണ്ടായിരുന്നു യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്. ഈ വിശ്വാസം, ഈ സ്പർശനം രോഗനിവാരണത്തിൻ്റെ ശക്തിയായി ഭവിക്കുകയാണ്. ജെഫ്രി പോൾ അച്ഛൻ, കണ്ണമൂല സെമിനാരിയിലെ പ്രിൻസിപ്പളായിരുന്ന ജെഫ്രി പോൾ അച്ഛൻ ഒരു പുതിയ നിയമ ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്, അവളുടെ മനോഭാവം പ്രാഥമിക നിലയിൽ തന്നെ ഇരിക്കുവാൻ യേശു അനുവദിച്ചില്ല. വ്യക്തിപരമായ അഭിമുഖീകരണങ്ങളിലൂടെ അതിനെ സാത്വികമായ വിശ്വാസത്തിലേക്ക് രൂപപ്പെടുത്തുവാനാണ് യേശു ആഗ്രഹിച്ചത്. അവളുടെ മേലുണ്ടായിരുന്ന ഭൂതകാലത്തെ നൊമ്പരങ്ങളെ മറികടക്കുവാനും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളിൽ നിന്നും ഒന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം, അവൾ അനുഭവിച്ച കഷ്ടതയിൽ നിന്നും പരസ്യമായ ഒരു വിടുതലും അംഗീകാരവും ആദരവും നൽകുക എന്നുള്ള യേശുവിൻ്റെ ചിന്ത, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് നാം ഇവിടെ കാണേണ്ടത്. വെറും ഒരു സ്പർശനത്തിലൂടെ അനന്തമായ സാധ്യതകൾ നിറഞ്ഞ പുതിയൊരു ലോകമാണ് വ്യക്തിപരമായി അവൾക്ക് തുറന്നു കിട്ടിയത്. ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞ സൗഖ്യത്തിൻ്റെ ആനന്ദം നിമിഷാർദ്ധത്തിൽ അസ്തമിക്കാൻ പോകുന്നു എന്ന ചിന്ത അവളെ ഭയവും വിറയലും ഉള്ളവളാക്കി തീർത്തുവെങ്കിലും ഈ സ്പർശനം അവളുടെ വിശ്വാസയാത്രയിലെ അവസാനത്തെ ചവിട്ടുപടിയായിരുന്നു എന്നാണ് നാം കാണേണ്ടത്. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന ഇടത്ത് പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പരസ്യ പ്രസ്താവനയിലൂടെ അവളുടെ വിശ്വാസ പടവുകൾ പൂർത്തിയാക്കിയത് ലഭ്യമായ സമ്പൂർണ്ണ സൗഖ്യത്തിലൂടെയാണ്. ആരോരും അറിയപ്പെടാതെ പോകുമായിരുന്ന ഈ സ്ത്രീയുടെ വിശ്വാസവും അശുദ്ധയെന്ന് വീണ്ടും മുദ്ര കുത്തപ്പെടാൻ സാധ്യതയുള്ള അവളുടെ പിൽക്കാല ജീവിതത്തെയും മുന്നമേ അറിഞ്ഞുകൊണ്ട് അവളുടെ വിശ്വാസത്തിനും വ്യക്തിപരമായ സാക്ഷ്യത്തിനും ക്രിസ്തു അവസരം കൊടുക്കുകയാണ്. ഒരുവനെ അംഗീകരിക്കുന്നതിലൂടെ, മറ്റൊരു വ്യക്തിക്ക് അവസരം കൊടുക്കുന്നതിലൂടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ അവരെ പുതിയൊരു ജീവിത അനുഭവങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ നാം കാണുന്നതാണ്. ക്രിസ്തുവും അവളെ അംഗീകരിക്കുന്നതിലൂടെ, ചേർത്ത് നിർത്തുന്നതിലൂടെ നാം കാണുന്നത് അവൾ പിന്നീട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത സ്ത്രീകളിൽ മുന്നിലുണ്ടായിരുന്നു എന്നാണ്. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് മറ്റു ചില സ്ത്രീകൾ എന്ന പ്രയോഗത്തിൽ ഈ പേരറിയാത്ത സ്ത്രീയും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നിടത്താണ് യേശുവിൻ്റെ സ്ത്രീ ശിഷ്യഗണങ്ങളുടെ ആളത്വത്തിന് അംഗീകാരമുണ്ടാകുന്നത്.
ദൈവത്തിൻ്റെയും പുരുഷൻ്റെയും തുല്യമായ ഇമേജുകൾ, സ്വഭാവ വിശേഷണങ്ങളും അളവുകളും സമീപനവും ദൈവത്തെക്കുറിച്ചുള്ള ഭാഷയ്ക്ക് അവയൊക്കെ ഒരു അപര്യാപ്തമാണ്. ഒരു ആൻഡ്രോസെൻട്രിക് ഫോക്കസ് ഇവിടെ ആധിപത്യം പുലർത്തുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ വ്യക്തിത്വം ഇവിടെ പ്രവചിക്കപ്പെടുന്നത് ലിംഗഭേദത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഭാഷ്യം എല്ലാ പ്രതിച്ഛായകളെയും മറികടക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പൂർണ്ണ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയോടെ ആണ് ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്കെവിടെയും നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ കാണുന്ന ഒന്ന് തന്നെയാണ് സ്ത്രീ അശുദ്ധ എന്ന നിലയിൽ അവളെ മാറ്റി നിർത്തപ്പെടുന്നത്. ജീവന്റെ നിലനിൽപ്പിനും തലമുറകളുടെ വർധനയ്ക്കും കാരണമായി തീർന്ന അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ ചില ഘടനകളെ അശുദ്ധമെന്ന് കരുതി മുദ്രകുത്തി മാറ്റി നിർത്തുന്നതാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ കാണുന്നത്. പണ്ട് ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന വേർതിരിവ് ഇന്ന് ആരാധനാലയങ്ങളിൽ നാം കാണുകയാണ്. അതിനെ കൂടുതൽ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇവിടെ വ്യക്തിപരമായും പരോക്ഷമായും ഇവളുടെ ഈ അശുദ്ധ കൽപ്പനയും നിരോധനവും രഹസ്യമാക്കപ്പെടുകയല്ല, പരസ്യമായി ആ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ക്രിസ്തു അവളെ ചേർത്ത് നിർത്തുന്നതിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. നിലവിലിരുന്ന സമൂഹത്തിന്റെ ധാരണകൾക്ക് ഒരു മാറ്റം അവിടെ വരികയാണ്. സാധാരണ അമ്പലങ്ങളിൽ സ്ത്രീകൾക്ക് ശ്രീകോവിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ല. നമ്മുടെ പള്ളികളിൽ ഓൾട്ടറിലേക്ക് പ്രവേശിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ യുക്തിക്ക് അതീതമാണ്. ഇതിനൊക്കെ പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ചില പദങ്ങളെയൊക്കെ എടുത്തുകൊണ്ടാണ്, ചില വാക്യങ്ങളെയൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്നും നാം ജീവിക്കുന്നത്. പഴയ നിയമം മാറി പുതിയ നിയമ കാലഘട്ടം വന്നു. ഇന്ന് അഭിനവ ക്രൈസ്തവ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും പരമ്പരാഗത മാമൂലുകളെ പിന്തുടരുന്ന നയത്തിന്റെ വക്താക്കളായി നമ്മളും തീർന്നിരിക്കുകയാണ്. സാധാരണ പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ സ്ത്രീകളുടെ ചുമതലകൾ പൂക്കൾ ക്രമീകരിക്കുക, പള്ളിയിൽ അംഗങ്ങളെ സന്ദർശിക്കുക, ഭവനം സന്ദർശിക്കുക, പരിപാടികൾ വരുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുക, ഭക്ഷണം നൽകുക, അവരെ സ്വീകരിക്കുക, സൽക്കരിക്കുക, ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളിൽ ഇന്നും സ്ത്രീകൾ ഒതുക്കപ്പെടുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ, സാമ്പത്തിക രംഗത്ത് പുരുഷന്മാരോടൊപ്പം പ്രാതിനിധ്യമില്ലാതെ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ, തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തോന്മുഖമായി തീരുമാനങ്ങൾ എടുക്കുവാനും ശരിയായി തൻ്റെ ആശയങ്ങളെയും തൻ്റെ വിശ്വാസത്തെയും പ്രകടിപ്പിക്കുവാനും കഴിവില്ലാതെ നിസ്വരായി ആത്മീക അടിമത്വത്തിൽ കഴിയുന്ന സ്ത്രീകൾ ഇന്ന് എവിടെയും ഉണ്ട്. പുറത്തു പറയുവാനാവാതെ അസ്വസ്ഥമാക്കപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ സ്പർശനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന, അവൻ്റെ സ്പർശനത്തിലൂടെ വിടുതൽ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി അശുദ്ധയെന്നും മുദ്രകുത്തപ്പെടുന്ന, അത് രക്തസ്രാവം മാത്രമല്ല, സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ അശുദ്ധയെന്നും അപക്വയെന്നും പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി സ്ത്രീ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ വിശ്വാസത്തെയും സേവനത്തെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത ആചാരങ്ങളുടെ പേരിൽ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കഴിഞ്ഞാൽ CSI പള്ളി, ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ 56 ദിവസം, പെൺകുഞ്ഞാണെങ്കിൽ 56 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവൾക്കൊരു പ്രസവ സ്തോത്രത്തിന് പള്ളിയിൽ വരുവാൻ അനുവാദമുള്ളൂ. തുടർന്നും അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അശുദ്ധയെന്ന് മുദ്ര കുത്തപ്പെട്ടതിനാലാണ് 56 കഴിയുമ്പോൾ വരിക എന്നുള്ളത്. പെൺകുട്ടിയാണെങ്കിൽ 56 കഴിയണം, ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസത്തിന് ശേഷം അവൾക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു പരമ്പരാഗത ക്രമം നമ്മുടെയൊക്കെ സഭകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന പുരോഹിതന്മാർ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാലും പരമ്പരാഗത വിശ്വാസങ്ങളിലുള്ള
ആ പുരോഹിതർ ഇന്നും അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കാലികമായ പ്രശ്നങ്ങളെ നാം ഇന്നും നേരിട്ടിരിക്കുമ്പോൾ ഒരു ശിശുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള അവളുടെ പ്രാർത്ഥന, അവളുടെ ജീവിതം, അവളുടെ അശുദ്ധി, ആ അശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൽ നിന്നും അവളെ മാറ്റി നിർത്തുന്നില്ല. ആ കുഞ്ഞിൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി അവളെ തുടർന്ന് കൊണ്ടുവരുന്നത് പോലെ അവൾ അശുദ്ധയെന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അശുദ്ധയെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാനായിട്ടല്ല, അവളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ പുതിയ ജീവന്റെ വക്താക്കളാക്കി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ഒരു സ്പർശനം അനിവാര്യമാണ്. വ്യക്തിപരമായ ഒരു പുതുക്കത്തിലൂടെ മാത്രമേ ഈ ഒരു ദൈവോന്മുഖമായ അന്വേഷണത്തിലേക്ക് വരുവാനും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വ്യക്തി, സമൂഹം, സഭ കടന്നു വരുവാൻ സാധ്യമായി തീരുകയുള്ളൂ. വിശുദ്ധിയുടെ പേരിൽ സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും വ്യാപകമാണ്. ക്രൈസ്തവ മതത്തിൽ മാത്രമല്ല, സകല മതത്തിലും. ഇതിനോടാണ് സമഗ്രമായി പൊരുതി മുന്നേറേണ്ടത്. പുരുഷാധിപത്യ ശൃംഖലകളിൽ നിന്ന് സ്ത്രീകൾക്ക് അവരുടെ മനസ്സിനെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ ചിന്താരീതിയും ഭാഷയുമാണ് ഈ ഒരു സംഭവത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്തയായ ദൈവശാസ്ത്രജ്ഞ മേരി ഡാലി പറയുന്നത് മറയ്ക്കുന്ന ഭാഷയുടെ പുരുഷാധിപത്യ റിബലുകൾ എന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള കാഴ്ചകളെ മറച്ചുകൊണ്ട് പുതിയത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച ഈ ഒരു സംഭവത്തിലൂടെ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത് മേരി ഡാലിയുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാർവത്രികമായ അവകാശവാദങ്ങളും ആശയങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടന പത്രികയുമായിട്ടല്ല അവൾ വരുന്നത്. നിശബ്ദയായി താൻ വംശീയമായി അനുഭവിച്ച, വ്യക്തിപരമായി അനുഭവിച്ച ചില വേർതിരിവുകളെ പരസ്യമാക്കുവാനായിട്ട് അവൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ അവൾ ഒരു വലിയ ചോദ്യം ഉണർത്തുകയാണ്. ഈ സ്ത്രീയുടെ അനുഭവം സ്ത്രീകളുടെ അനുഭവമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കപ്പെടാതെ, വിലമതിക്കപ്പെടാതെ തുടരുകയാണെങ്കിൽ എന്തർത്ഥമാണുള്ളത്? ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനമാണുള്ളതെന്നുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവോന്മുഖമായ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി അവൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ, അവളുടെ രക്തം അവൾ ചൊരിയപ്പെടുമ്പോൾ ഒരു പുതിയൊരു ശക്തി അവിടെ വെളിപ്പെടുകയാണ്. ക്രിസ്തുവും സ്ത്രീയും തമ്മിൽ ഒരു താതാത്മ്യപ്പെടലുണ്ട്. ദരിദ്രരോടും അടിച്ചമർത്തപ്പെട്ടവരോടും അന്യവൽക്കരിക്കപ്പെട്ടവരുടെ ഐക്യദാർഢ്യം യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞതിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സ്ത്രീയുടെ രക്തച്ചൊരിച്ചിലൂടെ ഒരു പുതിയ അനുഭവത്തിലേക്കാണ് നമുക്ക് വെളിച്ചം വീശുന്നത്. ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞത് ഒരു പുതിയൊരു ജീവന്റെ തുടക്കത്തിന് വേണ്ടിയാണ്, പാപികളെ ജീവന്റെ പുതുക്കത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീയുടെ രക്തവും അവളിൽ നിന്ന് ഉൽപാദിതമായ, അവളിൽ നിന്ന് വർജിക്കപ്പെടുന്ന ആ രക്തവും പുതിയൊരു അനുഭവത്തിലേക്കാണ്. ഇവിടെ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ അവളുടെ രക്തം വിശുദ്ധ കുർബാനയായിട്ടാണ് കാണുന്നത്. അതിന് പറയുന്നത് ഓൾട്ടർ ഈസ് ദ വൂംബ് ഓഫ് ദ ചർച്ച് എന്നാണ് പറയുന്നത്. സഭയുടെ ഗർഭപാത്രമാണ് ഓൾട്ടർ എന്ന് പറയുന്നത്. അവിടെ ഓൾട്ടറിൽ എത്തപ്പെടുന്ന അപ്പവീഞ്ഞുകൾ പുരോഹിതന്റെ കൈകളിൽ എത്തപ്പെടുമ്പോൾ അത് അപ്പവും വീഞ്ഞുമായി യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവുമായി രൂപാന്തരപ്പെടുന്നത് പോലെ ഇവളുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതായിട്ടുള്ള ഈ അശുദ്ധമെന്ന് കൽപ്പിച്ച് പുറത്താക്കപ്പെടുവാൻ സാധ്യതയുള്ള ഈ രക്തസംക്രമണത്തെ അത് മറ്റൊരു ജീവന്റെ പുതുക്കത്തിലേക്ക് വേണ്ടി, മറ്റൊരു ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഈ രക്തസ്രാവം എന്ന് പറയുന്ന അവളുടെ ജീവിതത്തിന്റെ അശുദ്ധി എന്ന് മുദ്ര കുത്തപ്പെടുന്നത് താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും ഒക്കെ അവസാനത്തിൽ ദൈവോന്മുഖമായ ഒരു അനുസരണത്തിലൂടെ, ദൈവോന്മുഖമായ സമർപ്പണത്തിലൂടെ ജീവന്റെ പുതുക്കത്തിലേക്ക്
അവൾ സമൂഹത്തെ, ജനതയെ, തലമുറയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ക്രിസ്തു ചൊരിഞ്ഞ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും സ്ത്രീയുടെ ഈ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും താതാത്മ്യപ്പെടുത്തുവാനായും ഈ ഒരു സംഭവത്തെ നമുക്ക് സാമാന്യവൽക്കരിക്കുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ ജീവന്റെ പുതുക്കത്തിലേക്ക്, അശുദ്ധയെന്ന് മുദ്രകുത്തപ്പെട്ട് സ്ത്രീയെ മാറ്റി നിർത്തുവാനല്ല, അവളും എന്നോടൊപ്പം ജീവന്റെ പുതുക്കത്തിന് പങ്കാളിയായി തീരുകയാണ് എന്നുള്ളത് അവളുടെ സ്പർശനത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് സ്പർശനത്തിന്റെ പുതുക്കത്തെ ഈ വേദഭാഗത്തിലൂടെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ഇത് വ്യക്തിപരമായ പരിവർത്തനത്തിന്റെ പ്രതീകമായി, വ്യക്തിപരമായ ഇവളുടെ പരിവർത്തനത്തിലൂടെ സമൂഹത്തിന്റെ തന്നെ പരിവർത്തനമായി രൂപാന്തരപ്പെടുത്തുവാൻ ക്രിസ്തു നമ്മോടും ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ സ്ത്രീയെ അംഗീകരിക്കുന്നതിനും അവളുടെ അശുദ്ധി ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിഴലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജീവന്റെ നിലനിൽപ്പിന്റെ കണികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കുവാനും ആദരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിൻ്റെ ചാലകങ്ങളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. നമുക്കൊരു മീനിങ് ഫുൾ ബൈബിൾ സ്റ്റഡി എടുത്ത് ഒരു ഡിസ്കഷനിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ, കാര്യമായ ഒരു റിഫ്ലക്ഷൻ വരാത്തക്കോണം ഉള്ള ഒരു ബൈബിൾ സ്റ്റഡി നടത്തിയ സിസ്റ്ററിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും സ്പർശനത്തിൽ കൂടി വരുന്ന ഒരു രൂപാന്തരം, പല ബാരിയേഴ്സ് ഉണ്ടായിരുന്നു, ആ ബാരിയേഴ്സിനെ ഓവർകം ചെയ്തുള്ള ഒരു രൂപാന്തരത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ബാരിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വിമനിന്റെ ഇംപ്യൂരിറ്റി, ആ ഒരു ബാരിയറിനെ ഓവർകം ചെയ്തുകൊണ്ട് കർത്താവ് ഐഡന്റിഫൈ ചെയ്യുകയും ആ സ്ത്രീയെ പുറത്തു കൊണ്ടുവരികയും അവസാനം നമുക്കൊരു അണ്ടർലൈൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈ ഒരു ബാരിയറിനോട് കർത്താവ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഹീസ് ഐഡന്റിഫൈങ് ഹിസ് ലൈഫ് ഗിവിംഗ് പ്രോസസ് വിത്ത് ദ വുമൻ. അപ്പം അതൊരു ഈ സ്ത്രീയുടെ ഒരു വളരെ ഭയത്തോടും വളരെ ഒരു ഇൻഹിബിഷനോടെയാണ് കർത്താവിന്റെ അടുത്ത് ചെന്നത്. എന്നാൽ അത് ഒരു വലിയൊരു തുടക്കത്തിന് കാരണമായി തീർന്നു. ഹിഡൻ ആയിട്ടിരുന്ന ഒരാളിനെ പബ്ലിക് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നു, പബ്ലിക് റെൽമിലേക്ക് കൊണ്ടുവരുന്നു, കർത്താവിന്റെ മിനിസ്ട്രിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പല രീതിയിലുള്ള ബാരിയേഴ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്ങനെ ആ സമൂഹത്തിൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും? യേശു കർത്താവിന്റെ ആ ഒരു ലൈഫ് ഗിവിംഗ് മിഷൻ ഈ ബാരിയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹൗ ഡു വി അക്കോമഡേറ്റ് ഓൾ ദീസ് ബാരിയേഴ്സ്? in order to, how do we accommodate or how do we see these barriers when we say that we have the life-giving ministry of Jesus? ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ഇനിയും കൂടുതലായിട്ട് ഫ്ലോറിൽ ഡിസ്കഷൻസിലേക്കും കമന്റ്സും ക്ലാരിഫിക്കേഷനിലേക്ക് സമയമുണ്ട്. നമ്മുടെ കമന്റ്സ് നൽകാനായിട്ടുള്ളൊരു സമയമാണ് ഇനി അടുത്ത കുറച്ച് നിമിഷങ്ങൾ. സോ ഓപ്പൺ ടു ദ ഫ്ലോർ. അല്ല, ആദ്യമായിട്ട് സിസ്റ്ററിന് വളരെ നന്ദി പ്രകാശിപ്പിക്കുന്നു. വളരെ ചിന്തോദ്ദീപകമായ, വളരെ ആഴമേറിയ ഒരു ബൈബിൾ സ്റ്റഡി. ഒരുപക്ഷെ ഞാൻ കൺഫ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഭാഗം ഞാൻ ഇതുവരെ ഒരു ബൈബിൾ സ്റ്റഡിയോ പ്രീച്ചിങ്ങോ ടീച്ചിങ്ങോ ചെയ്തിട്ടില്ല. എനിക്കറിയാൻ മേല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഈ ഒരു ഭാഗം എടുത്തുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ഒരു ബൈബിൾ, ഈ ഒരു പാസേജ് ചൂസ് ചെയ്യാൻ കാണിച്ച ആ ധൈര്യം വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അത് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയും ചെയ്തതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മറ്റു ഡിസ്കഷനിലേക്ക് ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു, സോ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് വെരി 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 ഗുഡ് അഫർമേഷൻ ആൻഡ് വിത്ത് എ പോസിറ്റീവ് നോട്ട്. താങ്ക് യു. നമസ്കാരം. വളരെ മികച്ച ഒരു ക്ലാസ്, ഒരു ബൈബിൾ സ്റ്റഡിയാണ് നമുക്ക് കിട്ടിയത്.
പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി തവണ വായിക്കുകയും പല തരത്തിലൂടെ ചിന്തിക്കുകയും ഈ ശബരിമല പ്രശ്നമൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സിസ്റ്റർ പറഞ്ഞ ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ പുതിയതായിട്ട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഈ ഗ്രീക്ക് പദങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥതലങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ലഭ്യമായി. പിന്നെ ഇതിനോടൊരു കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചിന്താഗതിയാണ് ഒരു വ്യക്തിയിൽ ഇത് ഈ രൂഢമൂലമായിട്ട് വളർന്നുകൊണ്ട് ഇരിക്കുന്നത്. അതായത് ഈ ഇത്തരത്തിലുള്ള അശുദ്ധയെന്നും അല്ലെങ്കിൽ ഇത്തരം മാമൂലുകൾ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമകാല അനുഭവത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ വളരുന്ന കുടുംബത്തിനകത്ത് അവർക്ക് ശരിയായ ഒരു അവബോധം ഇതിനെ കുറിച്ച് നൽകുക. പ്രത്യേകിച്ച് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ക്രിസ്തു ഈ കൊടുത്ത അംഗീകാരം നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരണമെങ്കിൽ ഇനിയുള്ള വളർന്നു വരുന്ന നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങൾക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ഇത്തരം ആചാരബദ്ധമായി നിൽക്കുന്ന ചിന്താഗതികൾക്ക് മേൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വായിക്കുമ്പോൾ അവൾ യേശുവിനെ തൊടണമെന്നല്ല, അത് അവളുടെ ചുറ്റുപാടാണ്. അത് സിസ്റ്റർ പറയുകയുണ്ടായി. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ സ്ത്രീക്ക് യേശുവിനെ തൊടാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് ആ വസ്ത്രത്തെ തൊടുക. അപ്പൊ അതിന് അവൾ എടുത്ത എഫേർട്ട്, അതാണ് ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം. അതിനെ അവളെ പ്രേരിപ്പിച്ച ഘടകം അവളുടെ സ്വത്വബോധത്തിൽ ഉണ്ടായിരുന്ന ഒരു തലം തന്നെയാണ്. കാരണം അവള് ശാരീരികമായി തളർന്നു, മാനസികമായി തളർന്നു, സാമ്പത്തികമായി തളർന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉള്ളതാണ്. സകല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ അതിൽ നിന്നൊരു കരകയറണം എന്നുള്ള അത്യധികമായ വാഞ്ച അവൾക്കുണ്ടായി. അവിടെയാണ് ഒരു പക്ഷെ അവൾ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് വരുമായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിച്ച് ഇപ്പൊ നമ്മൾ ഈ സ്ത്രീധന സംബന്ധമായിട്ടൊക്കെ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഒരു മുഖ്യധാരയിലേക്ക് വന്ന് എന്റെ അവസ്ഥ മാറി ഞാനൊരു വ്യക്തിയായി സമൂഹത്തിൽ നിലനിൽക്കണം എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിലേക്ക് യേശു അവളെ കൊണ്ടുവന്നു. അപ്പൊ അവളുടെ സങ്കുചിതമാർന്ന അവബോധത്തെ തകർക്കുകയാണ് യേശു ചെയ്തത്. സങ്കുചിതമായി അവളുടെ സമൂഹവും മതവും അല്ലെങ്കിൽ ചുറ്റുപാടുകൾ അവളെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് യേശു മുഖ്യധാരയിലേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു പൊളിച്ചെഴുത്ത് യേശു നടത്തി എന്ന് ഈ ഒരു ഭാഗം ഊന്നൽ നൽകുന്നു. അപ്പൊ പറയാനായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള തരത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ കൊടുക്കുന്ന അവബോധം ഈ ഒരു തലത്തിൽ ഊന്നി കൊണ്ടുള്ളായിരുന്നു. ഇപ്പോഴും നമ്മൾ പറയുന്നത് അയ്യോ പലയിടത്തും കേൾക്കുന്നത് ആ സമയത്ത് പള്ളിയിൽ പോകാത്തവരുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്, പള്ളിയിൽ പോകരുത്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കരുത്, സഭയ്ക്ക് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്താഗതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ സഭ ഊന്നൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു തലത്തിൽ കുടുംബ തലങ്ങളിൽ ഈ ഒരു പരിവർത്തനം ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വായിച്ചപ്പോൾ തോന്നി. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ജസീന. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ ഈ ഒരു പോർഷൻ സ്ത്രീ സമത്വത്തെ പറ്റി സംസാരിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സിസ്റ്റർ എടുത്ത ഒരു എഫേർട്ടിനെ ആദ്യമേ നന്ദി പറയുന്നു. അതോടൊപ്പം ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നതും കൂടെ ഞാൻ പറയാമെന്ന് ചിന്തിക്കുവാണ്. വെറും ഒരു സൗഖ്യം മാത്രം ഉദ്ദേശിച്ചാണ് ആ സ്ത്രീ ഈ കർത്താവിനെ തൊടാനായിട്ട് വന്നത്.
പക്ഷേ ആ ഒരു സൗഖ്യത്തിൽ നിന്നും എൻറ്റയർലി ഒരു പുതിയൊരു പ്രതലത്തിലേക്ക്, ഒരു പുതിയൊരു ചിന്താഗതിയിലേക്കും സൊസൈറ്റിയിൽ ഒരു പുതിയൊരു സ്ഥാനമാനങ്ങളിലേക്കും ആ സ്ത്രീക്ക് ഉയർന്നു വരാനായിട്ട് കർത്താവ് അവളെ കുറിച്ച് ഉദ്ദേശിച്ചു. ആ ഒരു ലെവലിലേക്ക് അവളെ ഉയർത്തുകയും ചെയ്തു. അപ്പോ അവർക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട്, ഒരു പബ്ലിക് ഓണർ ഇത് ഈ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ കാണുന്നു. ഇന്നും പല ടാബൂസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സമയത്ത് ഇറങ്ങി വരാനായിട്ട് ആ സ്ത്രീ കാണിച്ച ആ ധൈര്യം ഇറങ്ങി വരാനായിട്ടും ആ സമൂഹത്തില് ആ തിക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് കർത്താവിനെ തൊടാനായിട്ട് ഷീ ടുക്ക് എ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അവളുടെ ഒരു സൈഡിൽ നിന്നുള്ളതായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇന്നും സ്ത്രീകള് ആ നമ്മുടെ സൊസൈറ്റി അടിച്ചമർത്തുന്നതായിട്ടുള്ള കൾച്ചറലായിട്ട് സോഷ്യലായിട്ടുള്ള ബാരിയേഴ്സിൽ ഇത് സമൂഹത്തിൽ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് എന്റെ സമൂഹം എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ ഒതുങ്ങിക്കൂടാനായിട്ട് സ്ത്രീകൾ ചിന്തിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് ഇറങ്ങി വരാനായിട്ടും കർത്താവിനെ തൊടാനായിട്ടും ആ ചെയ്ത സ്ത്രീയുടെ ധൈര്യത്തെയും ഞാനിവിടെ പ്രത്യേകമായിട്ട് എനിക്ക് ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് സിസ്റ്ററിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മളിപ്പോ കാണുമ്പോൾ സിസ്റ്റർ ഒരു മിനിസ്ട്രിയിൽ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ആളാണല്ലോ. നമുക്കിന്നും സ്ത്രീകൾക്ക് ഇക്വാളിറ്റി ഏറെക്കുറെ നമുക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ സ്ത്രീകൾക്കും ബോയ്സ് ഗേൾസ് ഒരു വ്യത്യാസം അത്രയില്ല. ഈവൻ ഇൻ വർക്ക് പ്ലേസ് അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ഇന്നിക്വാളിറ്റി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സഭകളിലും ക്രിസ്തീയ സംഘടനകളിലും ഉള്ളതായിട്ടുള്ള ഒരു വേർതിരിവ്. അത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സിസ്റ്ററിന് എങ്ങനെയാണ് ഒരു വലിയൊരു സഭയുടെ ഒരു ശുശ്രൂഷക എന്ന നിലയിൽ ഒരു ഈക്വൽ ഒരു സ്റ്റാൻഡിങ് സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർക്ക് സ്ത്രീകൾക്കും ഒരു തുല്യത ഉണ്ടോ? എന്താണ് സിസ്റ്ററിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ആർക്കെങ്കിലും ഉണ്ടോ ചോദ്യം? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാം. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളൂടെ എടുക്കാം അല്ലെ, കഴിഞ്ഞിട്ട് ഒരുമിച്ച്. അതെ അതെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ചതായ ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് മുമ്പായിട്ട് വളരെ വളരെ അനുഗ്രഹീതമായ രീതിയിൽ ആഴമായ രീതിയിൽ ഈ ഒരു വേദഭാഗത്തെ വിശകലനം ചെയ്തതിൽ പ്രിയ ജസീന സിസ്റ്റർക്കുള്ള പ്രത്യേക അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും CSI സഭയ്ക്ക് ഒരു വലിയ വാഗ്ദത്വമാണ്. ഒരുപക്ഷെ സംഘം വർക്കി സിസ്റ്ററിനൊക്കെ ശേഷം ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് സിസ്റ്ററിനെ കാണുന്നത്. മാത്രമല്ല എൻ്റെ വൈഫിൻ്റെ ഭവനത്തിലാണെങ്കിലും ഒക്കെ സിസ്റ്റർമാർ ധാരാളം ഉണ്ട്. എന്നാൽ പലപ്പോഴും ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ലഭിക്കാത്ത ഒരു പരിമിതി, അതൊരു വലിയ പരിമിതിയായിട്ട് തന്നെ കാണുകയാണ്. ഒരു ശരിയായ രീതിയിൽ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു അടിത്തറ ഉണ്ടാകാൻ സഹായിക്കുന്ന രീതിയിൽ ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ വൈഫിൻ്റെ കുടുംബം. അവിടെ ഒക്കെ സിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, അവരോടൊക്കെ വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ, പലപ്പോഴും അവരുടെ ആ ജീവിത വിശാലത കൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു സ്പേസ് കണ്ടെത്താൻ സാധിക്കുന്നത്. അല്ലാതെ സഭ അവർക്ക് യഥാർത്ഥ ഒരു ഇടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളൊക്കെ ഉൾപ്പെട്ട സഭയിലും ഉണ്ടെന്നുള്ള ഒരു വസ്തുത സിസ്റ്റർ പ്രതിപാദിച്ചു കഴിഞ്ഞ് മാത്രമല്ല സിസ്റ്റർ മിനി ജോസഫിന്റെ ചോദ്യത്തിനോടുള്ള പ്രതികരണത്തിൽ അത് ശക്തമായിട്ട് വരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്, ഒന്ന് പ്യൂരിറ്റി ലോസ് ആണ്. പ്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പം പഞ്ചഗ്രന്ഥം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ പഞ്ചഗ്രന്ഥത്തിന്റെ ഓരോ ഭാഗം എടുത്തിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എഴുതാനായിട്ട് സ്റ്റുഡൻസ് അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് പഞ്ചഗ്രന്ഥം പഠിക്കാനുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് റീഡിംഗ് ആണ്. പലതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പഞ്ചഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ എടുത്തു നോക്കാനായിട്ട്, ക്രിയേഷൻ നെറേറ്റീവ് എടുത്തു നോക്കാനായിട്ട്, ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് എക്സോഡസ് ട്രഡീഷൻസ് എല്ലാ സ്റ്റേജ് ബൈ സ്റ്റേജ് ആ ഫോർമേറ്റീവ് ട്രഡീഷൻസ് മുഴുവനും ഫെമിനിസ്റ്റ് റീഡിങ് ചെയ്തു കഴിഞ്ഞാൽ
തുറക്കപ്പെടാത്ത പലതും തുറക്കപ്പെടും, പലതും കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും കുറെ അസൈൻമെന്റുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നു. നമ്മൾക്ക് ഉൾപ്പെട്ടതായ സെമിനാരികൾ സിലബസിൽ തന്നെ അത് ശക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വാസ്തവത്തില് ഈ ഇൻസിഡന്റ് പ്യൂരിറ്റി ലോയെ ഖണ്ഡിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സിസ്റ്റർ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത ഓക്കെ. അച്ഛൻ്റെയും മിനി ചേച്ചിയുടെയും ചിന്തകൾ, സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ടീച്ചറിൻ്റെയും SSRൻ്റെയും എല്ലാം നല്ല വാക്കുകൾക്ക്, എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ ചിന്തകളെ ആദ്യം തന്നെ നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ആദ്യം പറഞ്ഞ ആളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു അനുഭവം, ഒരു വേർതിരിവിൻ്റെ ഒരു അനുഭവം ശുശ്രൂഷ മേഖലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ, വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ കണ്ടീഷൻ ഇപ്പോൾ ഓൾട്ടർ ഈസ് ദ വൂംബ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഓൾട്ടറിൽ കയറുക എന്നുള്ളതിനെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക്, ഒരു വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ അങ്ങനെ നമുക്ക് അർഹതയില്ലാത്തത് ലഭ്യമാകുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് പോയിട്ടില്ല. മാത്രമല്ല ഞാൻ എൻ്റെ വ്യക്തിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭ്യമാകുവാൻ, ആർജിക്കുവാൻ സാധിക്കുന്നതൊക്കെയും എത്തപ്പെടാൻ കുറേയൊക്കെ ശുശ്രൂഷ മേഖലകളിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് ലഭ്യമാകുന്ന ഒരു സാധ്യതയല്ല ഞാൻ കാണുന്നത്. സകലർക്കും, അതായത് ക്രൈസ്തവ മേഖലകളിൽ സ്ത്രീകൾ എന്ന നിലയിൽ ശുശ്രൂഷയിലേക്ക് ദൈവവചന പഠനത്തിലൂടെ, ദൈവശാസ്ത്ര പഠനത്തിലൂടെ സമർപ്പിതരായിട്ട് കടന്നു വരുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ലഭ്യമാകുന്ന ഒരു അവസരങ്ങൾ, ലഭ്യമാകുന്ന ഒരു സാധ്യതയെ സ്വപ്നം കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു പരിധിവരെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഓർഡിനേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഒരു സാധ്യതകൾ വളരെ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ശുശ്രൂഷ മേഖലകളിൽ വ്യത്യസ്ത നിലകളിൽ നിൽക്കാൻ ആ സ്പേസിലേക്ക് ലഭിച്ചു. റിജിയച്ചൻ പറഞ്ഞ വാക്കുകളിലേക്ക് കടന്നു വരട്ടെ. ഈ ഒരു ശുദ്ധീകരണം, പ്യൂരിറ്റിയെ കുറിച്ചും പ്യൂരിറ്റി ലോയൊക്കെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ പേപ്പർ എൻ്റെ MGHൻ്റെ ID പേപ്പറായിരുന്നു. ID പേപ്പറിൽ നന്നായിട്ട് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ ശുദ്ധീകരണത്തെയും പ്യൂരിറ്റിയെയും അതോടൊപ്പം ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തെ ഒക്കെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പേപ്പർ ചെയ്യുവാനായിട്ട് സാധിച്ചതാണ്. എന്നാൽ അതിനെ ഒന്ന് മലയാളീവൽക്കരിച്ച് ഒന്നുകൂടെ ഒന്ന് സാമൂഹ്യവൽക്കരിച്ച് ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് ഷോർട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എഴുതിയത് മുഴുവനും ഈ അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞു നിർത്തേണ്ടത് കൊണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും കട്ട് ചെയ്തും വലിയ തിയോളജിക്കൽ കാര്യങ്ങളിൽ സോഷ്യോ കൾച്ചറൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പുരുഷാധിപത്യത്തിന്റെ അടിച്ചമർത്തലിനെതിരെയുള്ളൊരു ശബ്ദമുയർത്തലായിട്ട് തന്നെയാണ് ആ പേപ്പറിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ശബരിമല ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് അന്നത്തെ ID പേപ്പർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതും ചിന്തിച്ചതും. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ല. വ്യത്യസ്ത വഴിയിലേക്കാണെന്ന് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഒരു തുടർ പഠനത്തിൽ അപ്രകാരം ഉണ്ടാവും. എന്നാൽ ID പേപ്പറിനെ കഴിഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ കൊടുത്തുകൂടെ ഒരു ബിബ്ലിക്കലായിട്ടുള്ളൊരു വേർഡ് സ്റ്റഡി ആയിട്ടാണ് ഞാൻ അതിനെ അവിടെ ചെയ്തത്. എന്നാൽ അത് ഒരു എക്സിറ്റിക്കൽ സ്റ്റഡിയാണ്. അതിൽ ഇനിയുള്ള പഠനങ്ങളിൽ കുറച്ചുകൂടെ വിശാലവും വിപുലവുമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ശുദ്ധീകരണ നിദ്ദായൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ്, നിദ്ദായൊക്കെ ലേവ്യ പുസ്തകത്തിലെ പല കാര്യങ്ങളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഇതിനെ കാണുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഇനി ഒരു എഴുത്തിലേക്ക് വരുമ്പോൾ അപ്രകാരം തന്നെ ആയിരിക്കും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ ചുരുക്കിയത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, സ്മിത ടീച്ചർ പറഞ്ഞതും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ പേപ്പറിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായും തുടർ പഠനങ്ങളിലും തുടർ വായനകളിലും
ഇതിനെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിശാലമായ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുവാനായിട്ട് സാധ്യമായി തീരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ സിസ്റ്ററിന്റെ ആ പ്രസന്റേഷൻ എനിക്ക് ആദ്യം മുതൽ കേൾക്കാൻ പറ്റിയില്ല. മറ്റു ചില ഡിസ്റ്റർബൻസിനോട് ഞാൻ ലേറ്റ് ആയിട്ടാണ് സൈൻ ഇൻ ചെയ്തത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇനി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കും, ക്ഷമിക്കണം. മനസ്സിലാകാത്തതുകൊണ്ടാണ് പറയുന്നതെന്നില്ല, അത് അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി. കർത്താവ് ഈ സ്ത്രീയെ സൗഖ്യമാക്കിയതുപോലെ എന്നെ അങ്ങ് സൗഖ്യമാക്കി. മകനെ, നീ മനസ്സിലാകാഞ്ഞുകൊണ്ട് പറ്റിപ്പോയതാ, നീ സമാധാനത്തോടെ പോവുക എന്ന് സിസ്റ്റർ പറയാം. വളരെ എൻലൈറ്റനിങ് ആണ്. കേട്ട ഭാഗം വളരെ എൻലൈറ്റനിങ് ആയിരുന്നു. ഞാൻ ഒരു ഡിബേറ്റിന് വേണ്ടിയല്ല വരുന്നത്, പക്ഷേ ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഞാൻ കാണുന്നത്. ഈ പേട്രിയാർക്കൽ റെജിയച്ചൻ പറഞ്ഞ സിസ്റ്ററിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, പേട്രിയാർക്കൽ കണ്ടീഷനിങ് ഓഫ് ദ വേൾഡ്, അത് ക്രിയേഷൻ മുതൽ പോകണം. അപ്പോൾ സിസ്റ്റർ പറയുന്നത് ഞാനും അതിനകത്ത് തന്നെയാണെന്ന് പറയുന്നു. ഞാനൊരു പൊട്ടനായിട്ട് ഇതിനകത്തൊന്നും വലിയ പിടിയുള്ളവനായിട്ടല്ല പറയുന്നത്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു, നീ പോയി പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞു. ഈ സഹോദരിയോട് നീ പോയി പുരോഹിതന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ നീ ഹീൽഡാണ്, ഹെൽത്തിയാണ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാനും യു ആർ ടെമ്പിൾ വെർതി എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഒന്നും നമ്മൾ കാണുന്നില്ല. അതൊക്കെ നമ്മൾ വി ആർ പ്രോബ്ലി സീയിങ് ഇറ്റ്. ഇപ്പോൾ അവരുടെ ഇമ്പ്യൂരിറ്റി നിമിത്തം 10-12 വർഷമായിട്ട് അവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഇസ് എൻ അസംഷൻ. ഞാൻ അതിനെ ഒന്നും, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ അതിനൊന്നും ചലഞ്ച് ചെയ്യല്ല. സി, നമ്മൾ പേട്രിയാർക്കിയോടുള്ള സ്ത്രീകളുടെ അനുഭവത്തിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത് കൊടുക്കുന്ന പ്രത്യാശയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ബട്ട് വാട്ട് ആർ യു ട്രൈങ് ടു ജസ്റ്റിഫൈ വിത്ത് ഇറ്റ്? The corrupt, rotten hierarchy of the church. You want to throw away patriarchy and justify the hierarchy of the church. ഞാൻ അതിനെ റാഡിക്കലായിട്ട് അതിലും കാണുന്നുണ്ട്. Throw away the church, institution of the church. നിങ്ങളുടെ പോപ്പും ബിഷോപ്പും സെൻട്രൽ പാസ്റ്ററും എല്ലാം കൂടെ കൂടി കൈയടക്കി വെച്ച് ആർക്ക് കയറാൻ മേല, ആർക്ക് പടി കയറാൻ മേല. നോ. The cleansing is to take the presence of God. You see the interaction there. അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു, സൗഖ്യമായി. അവളെയാണ് ഓഥന്റിക് വിറ്റ്നസ് ആയിട്ട് വിടുന്നത്, നോട്ട് ബാക്ക് ടു ദ ടെമ്പിൾ. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഹാസ് ലെഫ്റ്റ് ദ ടെമ്പിൾ ടു ക്രിയേറ്റ് എ ന്യൂ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ പിന്നെ സ്ട്രക്ചർ ഉണ്ടാക്കുക. നിങ്ങളുടെ ബിഷോപ്പും പ്രസ്ബിറ്ററും ഡീക്കനും ഐമേനിയും, അതിനകത്ത് സ്ത്രീകളെ എവിടെ പിടിച്ച് തിരിച്ചു കയറ്റാം. See, this is the contradiction. When you want to cleanse the society or the world of patriarchy, but how are you trying to cleanse it? By accommodating it within another structure you have created. Why can you not see here a borderless, structureless presence of God, a new definition of the temple and the presence of God? പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. Your body, individual's body is the temple of God. Your presence, the community is the presence of God, the temple of God. You see, why don't you go the full way? നിങ്ങൾ ഇതിനെ ഈ പാതി വഴി നിർത്തി അതും വേണം ഇതും വേണം എന്ന് പറയണേ. Forgive me. Throw away the rotten church structure of the church. എനിക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇടിച്ചു കയറിക്കോ. അല്ലല്ല, അത് എല്ലാ ചർച്ചിലും അറിയില്ലേ, നമ്മുടെ എല്ലാ ചർച്ചസിലും, വെദർ ഇറ്റ് ഈസ് ഡിനോമിനേഷണൽ ഓർ മെയിൻലൈൻ ചർച്ചസ് ഓർ ഏത് ചർച്ചസ് എടുത്താലും അവിടെ എല്ലാം ഈ സ്ട്രക്ചറൽ ഈ ഇഷ്യൂസ് ഇല്ലേ? സാറേ, പിന്നെ
I said, നമ്മൾ ഈ വലിയ ഒരു ചർച്ചിന്റെ സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കി, ഒന്നുകിൽ എൻ്റെ കുമ്പനാട് സ്ട്രക്ചർ, അല്ലെങ്കിൽ റോമൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ അന്ത്യോക്യയുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ കാൻറ്റർബറിയുടെ സ്ട്രക്ചർ, അതല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ഡിനോമിനേഷണൽ സ്ട്രക്ചർ. But you are trying to fit the gospel into an alien structure. You can't throw you cannot say radicalize the society, but the church will have its own power structures. And if a woman becomes the pope, the prior power structure will not be corrupt. ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ റിഫ്ലക്ഷൻ ഒരു സാധാരണ ഐമേനി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ബേസിക്കലി നമ്മൾ ഈ പാസേജിലെ ദി ഫോക്കസ് ഓഫ് ദ പാസേജ് ഈസ് ഫെയ്ത്ത് ഓഫ് ദ വുമൺ. സ്ത്രീയുടെ വിശ്വാസമാണ് ഫോക്കസ്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കർത്താവിനെ തിക്കി തിരക്കി അടിച്ച് അല്ല വസ്ത്രമല്ല ദേഹവും എല്ലായിടത്തും തൊട്ട് ഉരുമി പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീയുടെ സ്പർശനത്തിന്റെ വ്യത്യാസം, സ്ത്രീയുടെ സ്പർശനത്തിന് വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? ദ ഡിഫറൻസ് വാസ് ഹർ ഫെയ്ത്ത്. അപ്പൊ കർത്താവ് അത് സ്ത്രീ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബിക്കോസ് യുവർ ഫെയ്ത്ത്. അപ്പോൾ ഐ തിങ്ക് നമ്മളാ ഈ പാസേജ് ഒരു എന്താ പറയുന്ന ഒരു ഫ്രഷ് നമ്മുടെ ഒരു വൺ ടൈം റീഡിങ്, ഒരു ഫ്രഷ് ആദ്യമായിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ അയാളുടെ ഫസ്റ്റ് തിങ് that should come to his mind is the faith of the woman. Of course, there may be other ways of understanding, different layers of understanding that I accept. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത് ബ്രിങ്ങിങ് വിമൻ, സ്ത്രീകളുടെ അശുദ്ധിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ പല ലേവ്യ പുസ്തകത്തിലെ പല കാര്യങ്ങളും അന്നത്തെ കൾച്ചർ ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ഹാവ് അഫക്റ്റഡ്. പിന്നെ ചില പ്രാക്ടിക്കൽ എന്താ പറയുന്നത്, ചില ഒരുപക്ഷെ സ്ത്രീകളെ ഒന്ന് കുറച്ചാള് അവരെ ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇതുപോലുള്ള ചില നിയമങ്ങളൊക്കെ മോശ പറഞ്ഞത്. അപ്പോ ഇപ്പൊ നമ്മള് ഈ ലെവിറ്റിക്കസ് 15 നോക്കിയാല് ആണുങ്ങളെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളുമാണ് പറയുന്നുണ്ട്. മാൻ വിത്ത് എമിഷൻ ഹി ഓൾസോ ഈസ് അൺക്ലീൻ. അവനും ലെവിറ്റിക്കസ് 15 വായിച്ചു നോക്ക്. അവനും അപ്പൊ ഇത് നോട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഇങ്ങനെയുള്ള ഒത്തിരി കൾച്ചറൽ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ് us coming to the New Testament era, New Testament times. നമുക്ക് അതിനെല്ലാം ഓവർകം ചെയ്യുന്ന, ആ ബാരിയേഴ്സിനെ എല്ലാം ഓവർകം ചെയ്യുന്ന കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം നമുക്കുണ്ട്. അതുകൊണ്ട് we are above the old covenant and blessings of the new covenant is with us. ഇവിടെ നമുക്കിപ്പോ ഇപ്പം ഇടിച്ചല്ല പറഞ്ഞ ആ ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും സിസ്റ്ററും പറഞ്ഞ നമ്മൾ വി ആർ വിതിൻ എ സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചറിനെ നമുക്ക്, ഞാനിപ്പോ ഔട്ട് ഓഫ് ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ മെയിൻ ലൈൻ ചർച്ച്, CSI ചർച്ച് ആണ് ഏറ്റവും ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഓർഡിനേഷൻ ഓഫ് വിമൻ ആസ് പാസ്റ്റേഴ്സ്, ആ രീതിയിൽ. മറ്റ് സഭകളിൽ ഞാൻ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, തിയോളജിക്കലി ദർ ഇസ് നോ പ്രോബ്ലം, ബട്ട് ഓൺലി തിങ് വെദർ പീപ്പിൾ വിൽ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇപ്പം മർത്തോമാ സഭയിലെ, ഓർത്തഡോക്സ് സഭയിലെ ഒരു സ്ത്രീകൾക്ക് ഓർഡിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇടവക്കാർ പറയും ഞങ്ങൾക്ക് അവരെ വേണമെന്ന്. ഓക്കെ, സെൻഡ് ഇറ്റ്. അതൊരു നമുക്ക് അപ്പോ ജനങ്ങളുടെ മനോഭാവത്തിലുള്ള ഒരു വ്യത്യാസമാണ് ആദ്യം വരേണ്ടത്. സോ they should be willing to accept a woman pastor, a woman priest. അതിനുള്ള അത്തരത്തിലുള്ള ഒരു ലെവലിലോട്ട് നമ്മുടെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ നമ്മുടെ ടീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ റിലേഷൻ ടു how God looks at a woman, how God looks at the ministry of a woman, അത് കൂടുതലായിട്ട് എല്ലാ സഭകളിലും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും. കാരണം അതില്ലാതെ no church will be bold enough to അങ്ങനെ ചെയ്താൽ പിന്നെ ചർച്ചിലൊരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാന്നല്ലാതെ വേറെ പറയുന്നൊന്നും ഉണ്ടാകത്തില്ല. സോ ഇപ്പം CSI ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ CNI ചെയ്തതുപോലെ തന്നെ
അവിടെ ഐ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പം ഇപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ഓർഡൈൻ പാസ്റ്റേഴ്സ് സ്ത്രീകൾ എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. വൈ ഇറ്റ് ഈസ് നോട്ട് ബിക്കമിങ് വെരി പോപ്പുലർ ആൻഡ് കോമൺ? എന്തുകൊണ്ട് കൂടുതൽ സ്ത്രീകളെ ഓർഡൈൻ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവർ ഒന്നിനും മുമ്പോട്ട് വരുന്നില്ലയോ അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെതാണെന്ന് എനിക്കറിയില്ല. ബട്ട് ജനറലി ചർച്ചിന്റെ സാധാരണ ജനങ്ങളുടെ മനോഭാവം മാറും. അതിന് ദൈവത്തിന്റെ വചനം ബൈബിള് അത് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കാനും അത് ദി ഇക്വാലിറ്റി ഓഫ് ദ വുമൺ ആൻഡ് മാൻ റൈറ്റ് ഫ്രം ക്രിയേഷൻ, പിന്നെ ഇടയ്ക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും കൾച്ചറലി ഉള്ള സ്വാധീനങ്ങള് അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കി ഇന്ന് എങ്ങനെ ഹൗ ഡസ് ഗോഡ് ലുക്ക് അറ്റ്, ഹൗ ഡിഡ് ജീസസ് ലുക്ക് അറ്റ് വിമൻ, ഹൗ ഡിഡ് ദി ഏർലി ചർച്ച് ഗേവ് പ്ലേസസ് ഫോർ വിമൻ, അതൊക്കെ ഒന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് കൂടുതലായിട്ടുള്ള ശ്രമം നടത്തണം. അത് ട്രേസി അതിന് മുമ്പോട്ട് വരികയും ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുകയാണ്. ആൻഡ് മോർ വിമൻ, ഇപ്പോ ഇവിടെയുള്ള സ്ത്രീകൾ തന്നെ നമുക്ക് ഒരു ഡീക്കൻ ഓർഡിനേഷൻ ലെവലിലോട്ട് ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, താങ്ക് യു. Can I share, Saju? Yes, Sudhishan. Sister Jasin, I want to really thank you for this Bible study. I'm not very good at Malayalam, but I've taken every effort to understand, and it is so beautifully orated. And therefore, I want to recognize you as I want to actually see more of you as a Bible teacher, not only among Tracy, but we need to see more of you. So well articulated, well studied, and therefore I want to thank you so much. And I hope Tracy platforms will be used. More of Tracy platforms, we will be able to have your studies. One. Second, the whole study, the emphasis was not per se whether the woman should be in the places of worship, leadership, and all, which definitely is something that falls out of the study, and we need to take it strongly. But for me, as Isaac started, this passage, I've always gone to look at the faith of the woman, and that is where I stopped. And that is the problem that I have had. As an evangelical or a core evangelical person who has been in 30 years teaching, I only looked at the need of a faith for a transformation, and beyond that, I've not understood the pain of this woman who has struggled for all these years. We are only looking at her faith. We are not looking at her struggles. And that is where the pain is. Even today in 21st century, we will not understand, and women will not come forward because we are looking at what will happen from the society to how they will respond to us. And that is not the right response. We have not understood the woman who has suffered for all these years. And of course, her faith has led her to touch the Lord. That's there. But the faith, the struggle of that woman is something that we have not highlighted even in the churches. Second, the Lord could have just closed the matter and moved ahead. But the fact that he called her back is to bring her to the forefront. And that is where again the church has failed. We have had our own fears of bringing the women to the front and recognizing the act of her faith or act of her act and somebody who is equal of a daughter. ഇന്ന് നമുക്ക് എന്തോ മറ്റവർ നമ്മളെ കുറിച്ച് എന്തോ പറയും, സ്ത്രീകളെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി അവർക്ക് സ്ഥാനം കിട്ടുമോ ഇല്ലയോ, that is secondary. Within, I think that is not the main issue. The main issue today is that we don't want to bring women to the front as much as the Lord has brought her. And the reason the Lord brought her is not again to declare to people about her faith, but to declare to people that she is my daughter and she is equal to everyone. And that sort of a proclamation we have failed because we think that is not our gospel. And that is why our gospel is so fixated in faith and faith and faith. We have to bring people to the front. And I think men also have that equal responsibility. Now, to stop seeing this women's role in the leadership, either by taking a paradigm of hierarchy or taking a paradigm of patriarchy,
is not out of the context, because that is also one reason why women are not coming to the forefront. And therefore, we need to address these systems. Whether there's a hierarchical system, a church that is highly hierarchical, or a church that is not hierarchical, in both these places, women are not brought to the forefront, and we have failed. And therefore, for me, this study comes so fresh. And third, when we talk about the purity and all the other things, I think this is one Bible study that has brought the truth very clearly, that her bleeding, or any bleeding for that matter, was only there as a physical system because it was part of a life-giving process. You know, what is a life-giving process if it is being seen as impure? That is where the church also needs to address. Thank you so much. Okay, thank you. Thank you, Satish. എനിക്കൂടെ പറയാമോ? സമയമുണ്ടോ? പറയാം സജ്ജൻ ഉണ്ട്. ഈ പറഞ്ഞതിനോടൊക്കെ ചേർന്ന് പറയാൻ, അല്ലെങ്കിൽ ഡോക്ടർ സ്മിതയുടെ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ പറയാം. ഒരുപക്ഷെ അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ ഇൻസിഡന്റില്, ഈ ഒരു എൻകൗണ്ടറില് ആ വിമന്റെ ഫെയ്ത്തും ടേക്കിംഗ് ഫെയ്ത്ത്, അല്ലെങ്കിൽ അവള് ഭയങ്കര റിസ്ക് എടുക്കുന്നുണ്ട്. ഫെയ്ത്ത് മാത്രമല്ല, അതിനുവേണ്ടി ക്രോസിംഗ് ദോസ് ബാരിയേഴ്സ്, അതെല്ലാം പറഞ്ഞു. അതിനോട് ചേർത്ത് നമ്മൾ കാണിക്കേണ്ടത് പ്രത്യേകിച്ച് മിനിസ്ട്രി പെർസ്പെക്റ്റീവ്സ്, ലീഡർഷിപ്പ് പെർസ്പെക്റ്റീവ്സ്, കർത്താവിന്റെ മോഡൽ, കർത്താവ് അവിടെ ചെയ്തത്, കർത്താവ് he made himself vulnerable by allowing her to touch him. അത് അന്നത്തെ കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വിളിക്കുന്ന എല്ലാവർക്കും അറിയാം. അന്നത്തെ കോണ്ടെക്സ്റ്റില് ഒരു അശുദ്ധയായ സ്ത്രീ, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ ഒരു പുരുഷനെ, പ്രത്യേകിച്ച് ഒരു റിലീജിയസ് ലീഡറിനെ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിനെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്ന ഒരാളെ തൊടുക എന്ന് പറഞ്ഞാൽ ആ ആൾ അശുദ്ധമായി തീരും. അത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൺവീനിയന്റ് ആയിട്ട് ചെയ്യാറുണ്ട്. കാറ്റുകൊണ്ടൊന്നും ഉണ്ടാവെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അറിയത്തില്ലായിരുന്നു. പക്ഷേ he made himself vulnerable and took that risk, that എന്നെ ഒരു അശുദ്ധയായ സ്ത്രീ തൊട്ടു എന്നുള്ളത് അവിടെ നിന്ന് പബ്ലിക്, അന്നത്തെ പൊതുജന സമൂഹം അറിയുവാനായിട്ടുള്ള ധൈര്യം കാണിച്ച കർത്താവിന്റെ ആ മാതൃക, അത് ഇന്നത്തെ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് അക്രോസ് ഓൾ ജെൻഡേഴ്സ് ഇല്ല, അത് ഭയങ്കര ചലഞ്ചായിട്ടുള്ള മോഡലാണ് കർത്താവ് അവിടെ തരുന്നത്. അല്ലെങ്കിൽ കർത്താവ് അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ തൊട്ടുകൊണ്ട് താൻ അശുദ്ധിയാ. കാരണം മറ്റു പല കോണ്ടക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ സമൂഹം കർത്താവിനെ ഓൾറെഡി ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, അവരോടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോകുന്നുണ്ട്, അവനെ ഭ്രാന്തനെന്നും മാഡെന്നും ലുണറ്റിക്കും എന്നൊക്കെ പറഞ്ഞ പരീക്ഷ മതസമൂഹത്താണ് കർത്താവ് ഈ ഒരു തന്നെ ഈ ഒരു സംഭവത്തെ കൂടി അത് ആ ഒരു വലിയ റിസ്ക് എടുക്കുന്നത്. സോ ഞാൻ നോക്കുമ്പോൾ ആ സ്ത്രീയെ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നതിൽ കർത്താവ് കാണിക്കുന്ന ആ ഒരു വലിയ ലീഡർഷിപ്പ് മോഡൽ, ആ ഡെയറിംഗ് സ്റ്റെപ്പ്, that has far-reaching implications for those of us, all of us who are in Christian ministry and leadership. Yeah, thank you. Okay. Any other comments? Okay, 8:30 സമയം. ഒരു പെട്ടെന്ന് എനിക്കൊരു സംശയമാണത്. സിസ്റ്റർ ഉത്തരം ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ എപ്പോഴേലും പറഞ്ഞു തന്നാലും മതി. ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ 3 ഹീലിംഗ് റെക്കോർഡ്സ് കാണുന്നുണ്ടല്ലേ. ഗാദരീൻ ഡിമോണിയാക്, പിന്നെ ഈ സാൻഡ്വിച്ച്ഡ് മിറക്കിൾ, യായിറസിൻ്റെ മകളുടെയും ഈ സഹോദരിയുടെയും. അതിൽ ഞാൻ ഈ പറയുന്ന സിസ്റ്ററിൻ്റെ ഈ സ്ത്രീകളെ നിഷേധിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ഏറ്റവും ബഹുമാനത്തോടും സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒബ്സർവേഷൻ ഇടുന്നതെന്ന് അടിവരയിടട്ടെ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു ഡൗട്ടായിട്ട് ചോദിക്കുക. ഈ ഗാദറിൻ ഡിമോണിയാക്കിനെ സൗഖ്യമാക്കിയിട്ട് കർത്താവ് പറയുന്നു, ഗോ ആൻഡ് ഡിക്ലെയർ ടു യുവർ പീപ്പിൾ. അയാൾ ദെക്കപ്പോലീസിലൊക്കെ പോയി
പ്രസംഗിച്ചതായി അങ്ങനെയാണ് ആ സംഭവം കൺക്ലൂഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് മിറക്കിൾസ്, ഒരു കൊച്ചിന് 12 വയസ്സും ഒരു സഹോദരി 12 സംവത്സരം സഫർ ചെയ്യുകയും ചെയ്തു. ആ 12 സംവത്സരം സഫർ ചെയ്ത സഹോദരിയോട് പറയുന്നു, ഗോ മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഗോ ഇൻ പീസ്, സമാധാനത്തോടെ പോകുക, ഇല്ലേ? നിന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് നീ സമാധാനത്തോടെ പോവുക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതിനൊന്നിനെ ഞാൻ നിരാകരിക്കല്ല. മൂന്നാമത്തേതിനകത്ത് പറയുന്നു, ഉരിയാടി പോകരുത്, ഇല്ലേ? സൗഖ്യമാക്കിയതിന് ശേഷം ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളോടും 12 വയസ്സുകാരിയുള്ള കുടുംബത്തോട് പറയാണ്, കീപ് ക്വയറ്റ്, ഡോണ്ട് മെൻഷൻ ദിസ് ടു എനിബഡി, give her something to eat. അപ്പോൾ ഒരു റേഞ്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. One set of people are told, keep quiet, stitch up your mouth. One person is said, go, shout it to your own townspeople. ഈ മോളോട് പറയാ, മക്കളെ നീ സമാധാനത്തോടെ പോവുക, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ how much more can we load into it? There are 3 responses, commissionings. To one, go declare. To the other, in peace, go. Affirmed, go. മൂന്നാമത്, keep quiet. ഈ കൊച്ചിനെ ആഹാരം കൊടുത്തിട്ട് ബലപ്പെടുത്തുക. അപ്പം ഇത് 3 മിറക്കിൾസാണ്. ഈ 3 മിറക്കിൾസിൽ കൂടെയും നമ്മൾ ഒരേ ഔട്ട്കം എങ്ങനെയാണ് കാണാൻ പറ്റുമോ? or are there different outcomes, or is it something which the patriarchal setting of Mark's church corrupted? എപ്പോഴേലും എനിക്ക് അതിന് ഉത്തരം പറഞ്ഞു തന്നാൽ മതി. താങ്ക് യു. ഓക്കെ, എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ 3-ലുള്ള ഡിഫറൻസസ് ഞാൻ ശ്രദ്ധിച്ചതാണ്. ഗദരദേശത്തിലെ മനുഷ്യനോട് പറയുന്നത്, ഈ സ്ത്രീയോട് പറയുന്നത് സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അവൾ സ്വസ്ഥമായിരിക്കാതെ ക്രിസ്തുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ കണ്ടുവെന്നും ആ കണ്ടതിന്റെ തെളിവുകൾ കണ്ടെത്തിയൊരു മാർക്കൻസ് വിശേഷത്തിലെ വിമൻ ഡിസൈപ്പിൾഷിപ്പിന്റെ കൂട്ടത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്ത സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് തീസിസ് എഴുതാനായിട്ട് ശ്രമിച്ച കൂട്ടത്തിൽ പത്രോസിന്റെ അമ്മായിയമ്മയും ഈ രക്തസ്രാവക്കാരി സ്ത്രീയും ജൈറോസിന്റെ മകളും ഒക്കെ അതിനകത്ത് ഞാൻ പരാമർശിച്ചുകൊണ്ടാണ് തീസിസ് എഴുതാനായിട്ട് ശ്രമിച്ചത് MGH-ന്റെ. അപ്പൊ അതിന് വിശാലമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. സജു വിട്ടുപോയൊരു കാര്യം, സിസ്റ്റർ നമ്മുടെ ട്രേസി കേരള ചാപ്റ്ററിന്റെ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയപ്പോൾ അത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ട്രേസി കേരള ചാപ്റ്ററിന്റെ വലിയൊരു അസറ്റാണ് സിസ്റ്റർ. അപ്പം സിസ്റ്റർ ജെസിന ട്രേസിയുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മൾ എഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിലും ഇതുപോലെ ഒരു വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് യൂസ് ചെയ്യണം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സിസ്റ്ററിന്റെ ബൈബിൾ സ്റ്റഡി പ്രത്യേകിച്ചും വലിയൊരു ഇഷ്യൂവിനെ ബൈബിൾ സ്റ്റഡിയിൽ കൂടി കൊണ്ടുവന്നത് അത് വളരെ ധൈര്യപൂർവ്വം ഒരു അണ്ടർലൈൻ ചെയ്തു. പെട്രിയാർക്കി ഈസ് ദി വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ് that is affecting our society. അതുകൊണ്ട് കുറെ ആൾക്കാരെ, ഒരു 50% is being marginalized in society. ഇപ്പൊ നമ്മൾ പറയും പേട്രിയാർക്കി അല്ല ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, our society, we are social beings. അപ്പൊ സോഷ്യൽ ബീങ് ആവുമ്പോൾ we will have a structure. അപ്പൊ ആ സ്ട്രക്ചറിനകത്ത് ചിലപ്പം പേട്രിയാർക്കി നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അത് എങ്ങനത്തെങ്കിലും സ്ട്രക്ചർ ആയിക്കോട്ടെ, പേട്രിയാർക്കി is a real issue in all structures. അത് ആ സ്ട്രക്ചറിന് ഏത് രൂപം ആയിക്കോട്ടെ, ദിസ് ഇസ് സോ ഇഫ് വി ഡു നോട്ട് അഡ്രസ് ദിസ് ഇഷ്യൂ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ലിങ്കർ ഓൺ. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു റിഫ്ലക്ഷനിലാണ്
നമ്മൾ പലപ്പോഴും ഇത് ഫെയ്ത്ത് ഇസ് ദി എൻട്രി പോയിന്റ്, ഫെയ്ത്ത് നമ്മൾ കണ്ടു, ഫെയ്ത്ത് ആണ് ആ മകളുടെ ട്രാൻസ്ഫോർമേഷന് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് മനസ്സിലായി. പക്ഷെ പലപ്പോഴും ഇവിടെ കണ്ടത് ഈ ഫെയ്ത്ത് കാരണം കൊണ്ട് ജീസസ് ബാരിയറിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു ആളുടെ ഫെയ്ത്ത് കാരണം കൊണ്ട് ജീസസ് ഓവർകെയിം ദ ബാരിയർ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നുണ്ടേ, we through faith we claim that we have entered into the God's presence, but then we continue to accommodate many barriers. അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നു. അത് ഫെയ്ത്ത് നമ്മുടെ പ്രോബ്ലമാറ്റിക് ആണ്. ബിക്കോസ് ത്രൂ ഫെയ്ത്ത് we say through faith we have received salvation, but then we accommodate many things which are problem, which Jesus confronted. So then this raises the question that then our faith is problematic. So we need to continually look into these issues. How are we, question and dialogue our faith with the different barriers that are in our society. It's not just patriarchy, all issues and faith. Faith is not, it's not a dualistic thing. We have to dialogue faith with all kinds of barriers that are there. ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണുന്നത് എല്ലാ ഇൻസിഡൻസും ഒരു പ്രിസ്ക്രിപ്റ്റീവ് അല്ല, നമുക്കറിയാം. ഇന്ന കാര്യങ്ങൾ നടന്നെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും ഫോർ ഓൾ ചർച്ചസ് എന്നല്ല. ഇറ്റ്സ് നോട്ട് പ്രിസ്ക്രിപ്റ്റീവ്. certain incidents are given and from that we gather ചില ഇൻപുട്സ് കിട്ടുന്നു, അതോടെ പോകുന്നു. അല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ഫുൾ ചർച്ചിലേക്കുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നില്ല, നമുക്കറിയാം. സോ different encounters with Jesus gave different inputs like how our ministry should be എന്നുള്ള ഒരു കാര്യം. അങ്ങനെ സിസ്റ്റർ ജസീന ഈ ഒരു ബൈബിൾ സ്റ്റഡി കൂടി പ്രത്യേക ഒരു ഇഷ്യൂ കൊണ്ടുവന്ന് നമ്മളെയൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ടും പല രീതിയിലുള്ള ഡിസ്കഷൻ കൊണ്ടുവരാനായിട്ട് 8:30 കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞു മുന്നോട്ട് പോകാനായിട്ട് ഇത്രയും ഒരു ഇൻപുട്ട് തന്നതിനായിട്ട് സിസ്റ്റർ ജസീനയ്ക്ക് ട്രേസിയുടെ വക, ട്രേസിയിലെ പേഴ്സൺ തന്നെയാണ്, എന്നാൽ ഒരു ഹ്യൂമാനിറ്റിയുടെ സിസ്റ്ററിന് ഞങ്ങൾ എല്ലാവരും വളരെ വി താങ്ക് യു ഫോർ യുവർ കോൺട്രിബ്യൂഷൻ.